സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ ഹമീദ് ഫൈസിയുടെ വിമർശനത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് PM സലാം കേസുകൾ നൂരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കും എന്ന ധാരണയാണ് ചിലർക്കെന്ന് PM സലാം കുറ്റപ്പെടുത്തി. ഇത്തരം പ്രസ്താവനകൾക്ക് ആധാരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതുമ്പോൾ ഒക്കെ കൂടുതൽ അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒരു തട്ടിപ്പുകാരനാണ് എന്നല്ലേ PM സലാം ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളം? അതെ, ഇത് സമസ്തയിലെ ആ വാക്പോര് അത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പല രീതിയിലുള്ള സമവായ ചർച്ചകളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു ശീതസമരത്തിനൊന്നും ഒരു കുറവും വരുന്നില്ല. ഇതിപ്പോൾ SKSSFന്റെ ആദർശ സമ്മേളന വേദിയിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പോകുന്നതിനെയൊക്കെ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിച്ചിരുന്നത്. അത് ഇപ്രകാരമായിരുന്നു. അതായത് മറ്റൊരു മതസ്ഥരുടെ ഇത്തരം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പോകുന്നതും കേക്ക് മുറിക്കുന്നതും ഒക്കെ തന്നെ അത് നിഷിദ്ധമാണ്. ലീഗിൻ്റെ തന്നെ മുൻ നേതാക്കൾ ഒക്കെ അത് കൃത്യമായി പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത് പാലിക്കുന്നില്ല എന്നുള്ള രീതിക്കായിരുന്നു ആ വിമർശനമൊക്കെ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ PM സലാം രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചില നമുക്കുള്ള തട്ടിപ്പുകൾ, താൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ മറയാക്കാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന രീതിയിലായിരിക്കും പലരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ ഈ രീതിയിൽ കുറ്റം പറയുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത്തരത്തിലൊരു തട്ടിപ്പ് ആണ് എന്നുള്ളത് തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. ആ ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വിജയിച്ചത്. പിന്നെയും ഈ പഴകി പൊളിഞ്ഞിട്ടുള്ള ഇത്തരം ആരോപണങ്ങളുമായി വരുന്നത് എന്തിനാണ് എന്നുള്ളതും PM സലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ ഇത്തരത്തിൽ ദുരുദ്ദേശപരമായി ആരോപിക്കുന്നത് അത് ഇടതുമുന്നണിയെ തൃപ്തിപ്പെടുത്താനാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ PM സലാം ഈ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി കലുഷിതമാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. ഹാഷ്മി. വിപിൻ സി വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.